കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി ജമാഅത്ത് കൗൺസിൽ. കേരളത്തിൽ 23 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ജമാഅത്ത് കൗൺസിലുമായി സഹകരിക്കുന്ന മുൻ മന്ത്രിമാർക്കും MLA-മാർക്കും പിന്തുണ കൊടുക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി മണ്ഡലങ്ങളിൽ ഇറങ്ങി പ്രവർത്തനം നടത്താനും ജമാഅത്ത് കൗൺസിൽ തീരുമാനമെടുത്തു. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്ന ജമാഅത്ത് കൗൺസിലിന്റെ എല്ലാ പരിപാടികളിലും പിന്തുണ അറിയിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന 5 സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. കോവളത്ത് M. വിൻസെന്റ്, അരുവിക്കര VS ശിവകുമാർ, നേമം V. ശിവൻകുട്ടി, നെടുമങ്ങാട് GR അനിൽ, നെയ്യാറ്റിങ്കര K. ആൻസൺ തുടങ്ങിയവരെ പിന്തുണയ്ക്കാനാണ് ജമാഅത്ത് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും DMK സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ജമാഅത്ത് കൗൺസിലുമായി സഹകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം വിജയിയുടെ പാർട്ടിയായ TVK മത്സരിക്കുന്ന സ്ഥലത്ത് ജമാഅത്ത് കൗൺസിലുമായി ബന്ധമുള്ളവർക്ക് പിന്തുണ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 3 സ്റ്റേറ്റുകളിലെയും മറ്റു മണ്ഡലങ്ങളിൽ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് കൗൺസിൽ സുപ്രീം ചെയർമാൻ ഡോക്ടർ A. അഷ്റഫ്, സംഘടനാ തെരഞ്ഞെടുപ്പ് കോർഡിനേഷൻ ചെയർമാൻ J. ഷഹീർ മാസ്റ്റർ, സംഘടനാ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ N. ഷംസുദ്ദീൻ ഹാജി, സംഘടനാ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ സുജാദ് എന്നിവർ പങ്കെടുത്തു. നമ്മളുടെ ഈ സംഘടനയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ജില്ലയിൽ തന്നെ നമ്മൾ 5 ജനപ്രതിനിധികളെയാണ് നാം അനുകൂലിച്ചുകൊണ്ട് തന്നെ നാം മുന്നിൽ വരുന്നുണ്ട്. അതായത് കൂടാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ മനസാക്ഷിയൊപ്പം വോട്ട് രേഖപ്പെടുത്താനും, അതുപോലെ തന്നെ ചെന്നൈയിലും പുതുച്ചേരിയിലും നാം DMK സഖ്യത്തിലുള്ള സഖ്യവുമായിട്ട് അതിനെ അനുകൂലിച്ചതിനൊപ്പം കൂടാതെ TVKയുടെ ഭാഗമായിട്ട് ഒത്തിരി നേതാക്കന്മാർ നമ്മളുടെ ചെന്നൈയിൽ തന്നെ നമ്മളുടെ മെമ്പർമാരായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഘടനയിൽ നമ്മളെ കൂടെ നിന്ന് ചേർന്ന് പ്രവർത്തിക്കുന്ന TVKയ്ക്ക് വേണ്ടിയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നാം മുന്നേറിൽ വരുന്നുണ്ട്. അത് കേരളത്തിൽ തന്നെ നമ്മളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ജില്ലയിൽ തന്നെ കോവളം മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി M. വിൻസെൻ്റ് അവർകളെയും, അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര നിയമസഭ മണ്ഡലത്തിൽ തന്നെ നമ്മളുടെ ശ്രീ ആൻസലൻ സഖാവിനെയും, അതുപോലെ തന്നെ നേമത്ത് മുൻ മന്ത്രി V. ശിവൻകുട്ടി സഖാവിനെയും, നെടുമങ്ങാട് നമ്മൾ മുൻ മന്ത്രി അനിൽ സഖാവിനെയും, കൂടാതെ അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ, ഈ 5 പേരെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സംഘടന ആദരിച്ചുകൊണ്ട് അവർക്കും അത് പിന്തുണ നൽകിക്കൊണ്ട് പോകുന്നതും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ മനസാക്ഷിക്കൊപ്പം തന്നെ നമ്മളുടെ വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്തിയിട്ടുള്ളതും. കൂടാതെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും, അതായത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 23 മണ്ഡലങ്ങളിലുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ കാലത്ത് തന്നെ അതിൽ കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്ന മുൻ മന്ത്രിമാர்களுം MLA-മാர்களுം ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളുടെ ജമാഅത്ത് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചുകൊണ്ടും നമ്മളുടെ പദ്ധതികളിൽ ഉദ്ഘാടനകരമായിട്ട് വന്നിട്ടുള്ള പല മേഖലയിൽ തന്നെ ജമാഅത്ത് കൗൺസിൽ സഹകരിച്ച വ്യക്തികളുണ്ട്. അവർക്കൊക്കെ അതാത് ജില്ലകളിൽ അതാത് ജില്ലാ നേതൃത്വങ്ങൾ അവർക്ക് വേണ്ടി തന്നെ ഒരുപാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ മനസാക്ഷിയൊപ്പം തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു അറിയിപ്പ് കൂടെ ഞങ്ങൾ ജനങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഈ നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പ് വന്നിട്ടുള്ളത്. ഗ്ലോബൽ ജമാഅത്ത് കൗൺസിലിൻ്റെ ഈ കേരളത്തും തമിഴ്നാടും പുതുച്ചേരിയും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ കക്ഷികളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ജമാഅത്ത് കൗൺസിലിൻ്റെ ദേശീയ കമ്മിറ്റി തീരുമാനമാണ് ബഹുമാന്യനായ സുപ്രീം ചെയർമാൻ ഇവിടെ പറഞ്ഞത്. കേരളത്ത് തിരുവനന്തപുരം ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പിന്താങ്ങാനും അവർക്ക് പൂർണ്ണമായിട്ടുള്ള വർക്കുകൾ ചെയ്യുവാനും നടപടിയെടുത്തിട്ടുണ്ട്. കാരണം അവർ ജമാഅത്ത് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന MLA-മാരും മന്ത്രിമാരുമൊക്കെ ആയതുകൊണ്ട് അവർ മത്സരിക്കുന്ന കോവളം, നെയ്യാറ്റിങ്കര, നേമം, നെടുമങ്ങാട്, അരുവിക്കര എന്നീ മണ്ഡലങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള സ്ക്വാഡ് വർക്ക് ഉള്ള ഇടപെടലുകൾ നടത്താനാണ് ജമാഅത്ത് കൗൺസിലിൻ്റെ തീരുമാനം. അതോടൊപ്പം കേരളത്തിലെ 23 മണ്ഡലങ്ങളിൽ പ്രസ്ഥാനത്തിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന
നിന്നിട്ടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പരിപാടികൾക്ക് നിറസാന്നിധ്യമായിട്ടിരുന്നിട്ടുള്ള മുൻ മന്ത്രിമാർ, MLA മാർ അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ജമാഅത്ത് കൗൺസിൽ അതാത് സ്ഥലങ്ങളിൽ ജമാഅത്ത് കൗൺസിലിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരും അവരുടെ നേതൃത്വത്തിൽ അവർക്ക് വർക്ക് ചെയ്യുവാൻ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ വർക്കിംഗ് നടന്നുകൊണ്ടുമിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റു അസംബ്ലി മണ്ഡലങ്ങളിൽ മനഃസാക്ഷി വോട്ട് ചെയ്യാനാണ് സംഘടനയുടെ തീരുമാനം. അതോടൊപ്പം തമിഴ്നാട്ടിൽ DMKയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ചെന്നൈയിൽ ബഹുമാന്യനായ സുപ്രീം ചെയർമാൻ ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും DMKക്ക് സഹായം ചെയ്യാമെന്നുള്ള വാഗ്ദാനങ്ങളും അതോടൊപ്പം TVK വിജയുടെ പ്രസ്ഥാനമായ TVKയിൽ നിരവധി ജമാഅത്ത് കൗൺസിലിൻ്റെ ഭാരവാഹികൾ നേതൃത്വത്തിൽ ഇരിപ്പുണ്ട്. അവരും മത്സരിക്കുന്നുണ്ട്. അവർക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അതിന് ഇലക്ഷനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പ്രസ്ഥാനം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതോടെ പുതുച്ചേരി ഞങ്ങളുമായി ജമാഅത്ത് കൗൺസിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നിരവധി പേർ അവിടെ മത്സരിക്കുന്നുണ്ട്. അവർക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ജമാഅത്ത് കൗൺസിൽ അവരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി ആ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് കൗൺസിൽ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമായിരിക്കും നടത്തിക്കൊണ്ടു പോകുന്നത്.